ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പം നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഇന്ന് നമ്മൾ കോബാറിലേക്ക് പോവാണ്. കോബാറിൽ പാസ്പോർട്ട് ടു ദ വേൾഡ് എന്ന് പറയുന്ന ഒരു കൾച്ചറൽ ഇവൻറ്റ് നടക്കുന്നുണ്ട്. അപ്പം അവിടെ 4 കൺട്രീസിൻ്റെ ഇവൻ്റാണ് നടക്കുന്നത് കേട്ടോ. സുഡാൻ, ഫിലിപ്പീൻസ്, ഇന്ത്യ, ബംഗ്ലാദേശ്. അതിലെ ഫസ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് സുഡാൻ്റെ ആണ്. അതൊരു 4 days ഉണ്ടാവും. അത് സുഡാൻ കഴിഞ്ഞിട്ട് അടുത്ത കൺട്രിയുടെ ആയിരിക്കും. അതൊരു 4 days ഉണ്ടാവും. അങ്ങനെയാണ് നടക്കുന്നത്. അപ്പം ഫസ്റ്റ് കൺട്രി എന്ന് പറയുന്നത് സുഡാനാണ്. ഇപ്പം അവിടെ സുഡാൻ്റെ പ്രോഗ്രാമാണ് കേട്ടോ നടക്കുന്നത്. അപ്പം അവരുടെ കൾച്ചറും അതുപോലെ തന്നെ അവരുടെ ഒരു എന്താ പറയുക, അവരുടേതായിട്ടുള്ള രീതികളൊക്കെ ആണ് തോന്നുന്നു അവിടെ നടക്കുന്നത്. അപ്പോൾ നമ്മൾ അത് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ഇറങ്ങിയ ടൈം എന്ന് പറയുന്നത് ഒരു ഈവനിങ് കഴിഞ്ഞുള്ള ടൈമാണ്. ഇപ്പം ഇവിടെ സമ്മർ സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് നല്ല ചൂടാണ് കേട്ടോ. ഇപ്പം അത്ര നല്ല ചൂടില്ല, എന്നാലും ഒരു ചൂട് തുടങ്ങുന്ന ഒരു ടൈമാണ്. അതുകൊണ്ട് നമ്മൾ മോർണിംഗ് അങ്ങനെ പോകാറില്ല. മോർണിംഗ് മീൻസ് എന്താ പറയുക, പകലങ്ങനെ പോകാറില്ല, ഡേയിൽ അങ്ങനെ പോകാറില്ല. ഇപ്പം നമ്മൾ എപ്പോഴും നൈറ്റാണ് കൂടുതലും പോകാൻ ശ്രമിക്കാറ്. കാരണം നമ്മുടെ ക്ലൈമറ്റ് അപ്പോഴാണ് രസമുള്ളത്. അപ്പം ഈ ഒരു ക്ലൈമറ്റിൽ ഇപ്പം നല്ല കാറ്റും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ അത്ര വലിയ ചൂടൊന്നും ആയിട്ടില്ല. പിന്നെ ഇത് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷനാണ് നമ്മളുടെ ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ദഹ്റാനിലുള്ള എന്താ പറയുക, ഒരു എന്തോ ഒരു കൾച്ചർ സംഭവമാണ്. ഇതിനുള്ളിൽ മ്യൂസിയം, തിയേറ്റർ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം എന്തായാലും പോയിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഒരു പ്രാവശ്യം പോകണം നമുക്ക്. എന്നിട്ട് അതിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് കാണിക്കാം കേട്ടോ. അപ്പം നമ്മൾ ഇപ്പം കോബാറിലേക്ക് പോവാണ് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലും വീഡിയോസും ഒക്കെ കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും കൂടെ ചെയ്തേക്കും കേട്ടോ. അപ്പം നമ്മളുടെ ഇപ്പം പ്രോഗ്രാമിൻ്റെ ഒരു ടൈമാണ് ഇത്. പ്രോഗ്രാം കഴിഞ്ഞ് ഇപ്പം അടുത്തൊരു പ്രോഗ്രാം എന്ന് പറയുന്നത് ഇതാണ്. ഇതിപ്പം സുഡാൻ്റെ പ്രോഗ്രാമാണ് കേട്ടോ. അപ്പം നമ്മൾ ആ ഒരു ഇവൻ്റ് നടക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇത് സ്ഥലം എന്ന് പറയുന്നത് ഒരു പാർക്കാണ് കേട്ടോ. ആ പാർക്കിൻ്റെ പേര് ഇപ്പം ഞാൻ ഓർക്കുന്നില്ല. നമ്മുടെ കോബാർ ലുലുവിൻ്റെ അടുത്തായിട്ടുള്ള ഒരു പാർക്കാണ്. അവിടെയാണ് നമ്മുടെ ഈ ഒരു പാസ്പോർട്ട് ടു ദ വേൾഡ് എന്ന് പറയുന്ന ഒരു ഇവൻ്റ് നടക്കുന്നത്. ഇത് നമ്മുടെ റിയാദ് സീസണിൻ്റെ ഒരു ഇതുപോലത്തെ ഒരു സംഭവമാണെന്നാണ് പറയുന്നത്. ദമാം സീസണാണ്. പക്ഷേ അത്ര വൈബ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഇത് സുഡാൻ്റെ ആയതുകൊണ്ട് നമുക്ക് അവരുടെ കൾച്ചറൊന്നും അറിയില്ലാത്തത് കൊണ്ടും സുഡാനികൾക്ക് ഇഷ്ടപ്പെടും, ഇന്ത്യക്കാർക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. എനിക്കെന്തായാലും അത്ര വൈബായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ അവിടെ പോകുമ്പം നമ്മൾ ടിക്കറ്റ് കാണിക്കണം. നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത് വി ബുക്ക് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനിലൂടെയാണ് കേട്ടോ ടിക്കറ്റ് എടുക്കുക. പക്ഷേ ടിക്കറ്റിന് ഫീസും കാര്യങ്ങളൊന്നുമില്ല. ഫീസ് ഉള്ളതുണ്ട് കേട്ടോ. VIP എൻട്രിക്ക് 100 റിയാൽ എങ്ങാണ്ട് കൊടുക്കണം. പക്ഷേ നമ്മൾ ഫ്രീ ടിക്കറ്റാണ്. അല്ലാത്ത ടിക്കറ്റൊക്കെ VIP, അല്ലാത്തതൊക്കെ ഫ്രീ ആണ്. അപ്പോൾ നമ്മൾ വി ബുക്ക് വഴിയാണ് അത് ബുക്ക് ചെയ്യേണ്ടത്. അങ്ങനെ ബുക്ക് ചെയ്ത് നമ്മൾ ഇതിനുള്ളിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഇതിനുള്ളിലെന്ന് പറഞ്ഞാൽ അവരുടേതായിട്ടുള്ള കുറച്ച് കൾച്ചറായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ഉള്ളത്. അവരുണ്ടാക്കിയ സംഭവങ്ങൾ, അവരുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന സംഭവങ്ങൾ, പിന്നെ അവരുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന സുഡാനികൾ ഉപയോഗിക്കുന്ന ഓർണമെൻറ്റ്സ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണുള്ളത്. പിന്നെ കുറേ ഫുഡ് കോർട്ട് ഉണ്ട്. പിന്നെ അവരുടേതായിട്ടുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ ഉള്ള ഫുഡ് കോർട്ടുണ്ട്, അല്ലാത്ത ഫുഡ് കോർട്ടും ഉണ്ട്. പിന്നെന്താ ഇങ്ങനെ ഈ കരകൗശലം എന്നൊക്കെ പറഞ്ഞ് ഓരോന്നുണ്ടാക്കില്ല. ഇത് കോഫി ഷോപ്പാണ് കേട്ടോ. അവരുടെ നാട്ടിലെ കോഫി പൗഡറാണ്. പിന്നെ ഇത് ഈ ഓരോ സാധനങ്ങളൊക്കെ കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചാട്ടവാറും അങ്ങനത്തെയൊക്കെ സംഭവങ്ങളാണ്. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ പല അവരുടെ നാടുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഫുൾ സുഡാനുമായിട്ട് ബന്ധപ്പെട്ടതാണ് എല്ലാ സംഭവങ്ങളും എന്ന് പറയുന്നത്. ഇതൊക്കെ പിന്നെ ഫുഡ് കോർട്ടാണ് കേട്ടോ. ഫുഡും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. പിന്നെ ഇതും അവരുടെ നാട്ടിലെ എന്തൊക്കെയോ സംഭവങ്ങളാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമുക്കിതൊന്നും അറിയില്ല. എന്തോ കൊട്ടയും വട്ടിയും ചട്ടിയൊക്കെയാണ് തോന്നുന്നു. അങ്ങനത്തെ എന്തൊക്കെയോ സാധനങ്ങൾ. പിന്നെ ഒരു അപ്പൂപ്പ എന്തോ പാത്രവും പിടിച്ചുകൊണ്ടിരിപ്പുണ്ട്. അങ്ങനത്തെയൊക്കെ എന്തൊക്കെയോ സാധനങ്ങൾ. പിന്നെ
പിന്നെ ഇവിടെ എന്തോ ഒരു പ്രോഗ്രാമും കൂടെ ഉണ്ടായിരുന്നു, എന്തോ ഒരു DJ. അവരുടെ നാട്ടിൽ ഏതോ ഒരു ഫേമസ് ആയിട്ടുള്ള ആളാണ് അത്. എനിക്കറിയില്ല അതാരാ വന്നത്. നമ്മുടെ നാട്ടിലെ വല്ലതും ഇന്ത്യക്കാരോ ആണെങ്കിൽ പറയായിരുന്നു, എനിക്കറിയില്ല. സുഡാനി ഏതോ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു DJ ഒരു പുള്ളിയാണ് വന്നിട്ടുള്ളത്. പിന്നെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ, നല്ല കാറ്റുള്ള ആ ഒരു വൈകിട്ട് നൈറ്റ് ടൈം ആയതുകൊണ്ട് അധികം ചൂടൊന്നുമില്ലാത്ത, അധികം ചൂട് സ്റ്റാർട്ടായിട്ടില്ലല്ലോ. അപ്പം ആ ഒരു ടൈമിൽ പ്രോഗ്രാമൊക്കെ വെച്ചാൽ നല്ലതായിരിക്കും. പിന്നെ ഒരു ആൻറ്റിയാണ് കേട്ടോ, നമുക്ക് ഇവരൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഓരോ രാജ്യത്തെ ആൾക്കാരെ കാണുമ്പോഴും ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അല്ലേ. അപ്പം ഇതെന്ന് പറയുന്നത് അവരുടെ കല്യാണമാണ് കേട്ടോ. കല്യാണം ഒറിജിനൽ അല്ല, ഒരു ഡെമോ ആയിട്ട് ഇങ്ങനെ ഒരുങ്ങിയിരിക്കുകയാണ് കല്യാണപ്പെണ്ണും കല്യാണ ചെക്കനും. പിന്നെ അവരുടെ കൂടെ ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ, ഇതിപ്പം ആദ്യമായിട്ട് കല്യാണം കഴിക്കുന്ന പോലെ എന്തോ കിട്ടി എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ കൈയും കാണിച്ചിരിക്കുന്ന മണവാളച്ചെറുക്കൻ. പിന്നെ ഇത് പെണ്ണ്. ഇത് ശരിക്കും അവരിങ്ങനെ ഡെമോയ്ക്ക് വേണ്ടി ഇങ്ങനെയാണ് അവരുടെ നാട്ടിലെ കല്യാണം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ്. പെൺകുട്ടി നല്ല സുന്ദരിയാണ് കേട്ടോ, നല്ല രീതിയിൽ മേക്കപ്പൊക്കെ ചെയ്ത് നല്ല രീതിയിൽ എന്താ പറയുക ഒരുങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഓരോരോ കടയും കാര്യങ്ങളും ഒക്കെ അത്രയ്ക്ക് തന്നെ ഉള്ളൂ. പിന്നെ ഞാൻ അങ്ങനെ അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. എല്ലാം ഇങ്ങനെ ഈ എല്ലാ കടയിലും കയറി എടുക്കണം. നമുക്ക് മേടിക്കാനായിട്ടൊന്നുമില്ല. നമ്മളിപ്പം സുഡാൻ്റെ സംഭവങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കാറില്ലല്ലോ. അങ്ങനെ അതുകൊണ്ട് അവിടെ മേടിക്കാനായിട്ടൊന്നുമില്ല. പിന്നെ ഫുഡ് കഴിക്കാം, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് പ്രത്യേകിച്ച് വലുതായിട്ട് എനിക്ക് അത്ര വൈബായിട്ട് തോന്നിയിട്ടില്ല. അവരുടെ അത്രയൊക്കെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇതും സുഡാനികളുടെ എന്തോ ഒരു അവരുടെ ഡ്രസ്സും ഓർണമെൻറ്റ്സൊക്കെ ഇട്ട് ഇങ്ങനെ ഡെമോയ്ക്ക് വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇതെന്ന് പറയുന്നത് അവരുടെ എന്തോ ഒരു ടൈപ്പ് ഓഫ് ഡാൻസാണ്. അപ്പോൾ നമുക്ക് അത് കാണാം. ശരിക്കും പറഞ്ഞാൽ അവരുടെ എന്തോ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള എന്തോ ഒരു ഡാൻസ്, നമ്മുടെ നാട്ടിലെ ഒപ്പനയും തിരുവാതിരയൊക്കെ പോലെ അവരുടെ നാട്ടിലെ എന്തോ ഒരു ഡാൻസാണിത്.
بنيانا هنحنا في زلمجة هنحنا دل في الضرين الأرض علينا الله يتم علينا للحول الأرض علينا الله. ഇതാണ് അവരുടെ സുഡാൻ നാട്ടിലെ ഏതോ ഒരു DJ പുള്ളിക്കാരൻ. ഇതിൽ ഞാൻ ഓഡിയോ പ്ലേ ചെയ്യുന്നില്ല, കാരണം കോപ്പിറൈറ്റ് ഉണ്ടാവും. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ സുഡാൻ കൾച്ചറൽ പ്രോഗ്രാമിൻ്റെ വിശേഷങ്ങൾ കാഴ്ചകളൊക്കെ. അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് അടിച്ചേക്കും കേട്ടോ. അപ്പം നമുക്ക് ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരാം. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം നമ്മുടെ എന്താ പറയുക, ഇന്ത്യൻ പ്രോഗ്രാം ഉണ്ടാവുമല്ലോ, അപ്പം അതിന് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ എടുക്കുകയെന്നുണ്ടെങ്കിൽ അത് ഞാൻ ഷൂട്ട് ചെയ്ത് കാണിക്കാം. അപ്പം എന്താ പറയുക, വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് അടിച്ചേക്കൂട്ടോ. അത് ഞാൻ പിന്നെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.